ഹലോ പീപ്പിൾ, ദീപിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് കൂലി സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ ചെന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ സിനിമ കണ്ടു കഴിഞ്ഞവർക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ബുക്ക് ചെയ്ത് വെച്ചിട്ട് ഈ സിനിമ റിവ്യൂ നോക്കരുത്. നിങ്ങൾ കണ്ട് നിങ്ങളെ എക്സ്പീരിയൻസ് വരുമ്പം എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളെ എക്സ്പീരിയൻസ് ചിലപ്പം രണ്ടാവാം, ചിലപ്പോൾ 2-1 ആവാം, ചിലപ്പോൾ അതേക്കാട്ടി മോശമാവാം. പക്ഷേ ഒന്ന് കണ്ടിട്ട് പറഞ്ഞാണ് നല്ലത് തോന്നുന്നു. എനിക്ക് എക്സ്പെക്റ്റേഷൻസ് ഞാൻ വെച്ച് പോയിട്ടില്ല. എന്നുവെച്ചാൽ വലിയ പ്രതീക്ഷ ഞാൻ സിനിമയ്ക്ക് വെച്ച് കൊടുത്തിട്ടില്ല. ട്രെയിലർ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ ട്രെയിലറിൽ എന്തൊക്കെ ഒരു കുഴപ്പം തോന്നിയുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്യണതിന് പകരം സെക്കൻഡ് ഡേ ആണ് ഞാൻ ബുക്ക് ചെയ്തത്. ആദ്യമായിട്ടൊരു ലോകേഷ് ചിത്രം ഞാൻ സെക്കൻഡ് ഡേ ബുക്ക് ചെയ്ത് നൈറ്റ് ഷോയ്ക്ക് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഡേ തന്നെ സിനിമ ഇറക്കിയപ്പോൾ നല്ല നെഗറ്റീവ് റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടിയത്. നല്ല നെഗറ്റീവ് എന്ന് പറയുമ്പം പ്രതീക്ഷിച്ച് പോയിട്ടാണ്, അമിത പ്രതീക്ഷയായിപ്പോയി. ഒന്നാമത് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതൊരു LCU പടം അല്ലെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പ്രതീക്ഷിച്ചു ഇതൊരു LCU ആണ്. ലിയോ അവസാനം വരെ LCU അല്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കൊണ്ടാണ് ലോകേഷ് പറഞ്ഞത് ഇതൊരു LCU സിനിമ എന്ന് പറഞ്ഞത്. അതുപോലെ അവർ ഇവിടെയും പ്രതീക്ഷിക്കണം എന്തെങ്കിലും കുത്തിക്കയറ്റ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ സിനിമ ഒത്തുകൂടെ പോയനെ കേട്ടാ. കാരണം ലോകേഷിൻ്റെ കരിയറിൽ ഏറ്റവും വീക്കായ സിനിമ ലിയോ ഒന്നുമല്ല, ഈ സിനിമയാണ് എനിക്ക് പറയാൻ കഴിയും. ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ലിയോ എന്ന് പറയുന്ന ഹെവി പടം തന്നെങ്കിൽ പോലും അതിൻ്റെ ഫ്ലാഷ് ബാക്കിന് കുറച്ച് മങ്ങലുള്ളതേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ഹാഫൊക്കെ ഞെരിച്ച സംഭവമാണ്, തിയേറ്ററിൽ പിടിച്ചിരുന്ന സംഭവമാണ്. ഒരു വേറിട്ട ഒരു വിജയ സിനിമ എന്ന് നോക്കണമെങ്കിൽ അതൊരു ഹെവി സിനിമയുണ്ട്. പക്ഷേ LCUവിൽ അതൊരു വീക്ക് സിനിമയാണ്, താഴെ സിനിമയാണ്. പക്ഷേ കൊള്ളാം. ഈ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സൗബിൻ്റെ ക്യാരക്ടർ അടിപൊളിയായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടായിരുന്നു, കിടിലം. പിന്നെ നാഗാർജുന എന്ന് പറയുന്നത് ഓക്കെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്തുകൂടെ എന്തൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കൽ വർക്ക് ചിലയിടത്ത് വർക്കായിട്ടുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക് വർക്കാണ് ഈ സിനിമയിൽ പിടിച്ചു നിർത്തുന്ന മറ്റൊരു ഘടന, അതും പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷെ ചിലയിടത്ത് എന്തോ പോലെ ലോകേഷും അനിരുദ്ധും രജനീകാന്തൊക്കെ ഒന്നിക്കുമ്പം ഇതല്ല മ്യൂസിക് വരേണ്ട. പക്ഷേ പവർ ഹൗസ് വന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് കൊണ്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ദാഹ, നമ്മുടെ അമീർ ഖാൻ്റെ ക്യാരക്ടർ, അതിൻ്റെ ശോകം മ്യൂസിക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. ശോകം ഇത്രയും കൊണ്ടൊരു കോമഡി പീസായി കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ ശരിയാണ്, കോമഡി പീസാണ്. ലാസ്റ്റൊരു സീനുണ്ട്, ഇതിൽ ഏറ്റവും വീക്കെന്ന് വിചാരിച്ച ആളാണ് എന്നെ അപ്രതീക്ഷിതമായി ഞെട്ടിച്ച തിയേറ്ററിൽ. അപ്പോഴാണ് ഒരു കൂവലും കൈയടിയും എല്ലാം ഉണ്ടായത്. ഉപേന്ദ്ര ഡോറ് ചവിട്ടി തുറന്നു വരുന്നൊരു സീനുണ്ട്, അത് കിട്ടിലോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേർക്ക് കുറച്ച് റോള് അതാണ് എഴുതിയെന്ന് പറയുന്നത്, ലോകേഷ് കനകരാജ് എഴുതിയെന്ന് തോന്നുന്നു. ആ സീന് വന്നപ്പോഴാണ് കൈയടിയും ബഹളവും എല്ലാം തുടങ്ങിയത്. അപ്പം തലവര അടിയും കണ്ട് കുഴപ്പമില്ല, ഓക്കെ എന്ന് തോന്നി. പക്ഷേ ഫ്ലാഷ് ബാക്ക് സീനാണ് സത്യം പറഞ്ഞാൽ ലോകേഷ് കനകരാജ് അറിഞ്ഞിരുന്ന് എഴുതിയെന്ന് തോന്നുന്നു. കിടിലം ഫ്ലാഷ് ബാക്ക് സീനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പവർ ഹൗസിൻ്റെ തീം മ്യൂസിക്കും ഫ്ലാഷ് ഹൗസും ഉപേന്ദ്ര എല്ലാം വരുമ്പോൾ എല്ലാം കിടിലുണ്ട്. സത്യരാജ് ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ശ്രുതിഹാസൻ അത് ഓക്കെ, അത്രേ പറയാനുള്ളൂ. മൊത്തത്തിൽ പറഞ്ഞ സിനിമ എന്തേപോലെയൊക്കെ എടുത്തു വെച്ചിരിക്കുമ്പോഴാണ് തോന്നി, ഒരു വെപ്രാളം പിടിച്ച പോലെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നി. ലോകേഷിൻ്റെ മനസ്സിൽ LCU തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അതിൻ്റെ വെപ്രാളത്തിലാണ് ഈ സിനിമ എഴുതിയെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇതും കൂടെ കുത്തി LCUയിൽ കയറ്റിയെങ്കിൽ താങ്ങാൻ പറ്റത്തില്ല, ഉള്ള പ്രതീക്ഷയും പോവും. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട, ആദ്യം ഒരു സിനിമ കാണുന്നതിന് മുമ്പ് മാക്സിമം അമിത പ്രതീക്ഷ വിടുക. അമിത പ്രതീക്ഷ പോണ എല്ലാ സിനിമയും 2 സിനിമകൾ മാത്രമേ ഇന്ന് ഇന്ത്യൻസിൽ ഹൈപ്പർ നിന്നിട്ടുള്ളൂ. ഒന്ന് ബാഹുബലിയും പിന്നെ ബാഹുബലി 2, പിന്നെ KGF ചാപ്റ്റർ. അതൊക്കെ ഹെവി സിനിമയാണ്. അതൊക്കെ കൊടുത്ത ഹൈപ്പിനെ കാട്ടി അപ്പുറം ആ ഡയറക്ടേഴ്സിന് ഇതുപോലത്തെ ഒരു സിനിമ ഇനി ഉണ്ടാക്കാൻ പറ്റുന്ന സംശയമാണ്. പക്ഷേ ഈ കൂലി എന്ന് പറയുന്ന സിനിമ എനിക്ക് പ്രതീക്ഷയില്ലാതെ പോയപ്പം കണ്ടപ്പം ഒരു ആവറേജ് പടം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഞാൻ നിരാശനുമല്ല, എന്നാൽ ഹാപ്പിയാണെന്ന് വെച്ചാൽ ഹാപ്പിയും അല്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എന്നെ ആക്കി കളഞ്ഞൊരു സിനിമയാണ് കൂലി. കുഴപ്പമില്ല, ഓക്കെ ബെറ്റർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, കുഴപ്പമില്ല. അമിത പ്രതീക്ഷ വെച്ച് തിയേറ്ററിൽ പോണവർക്കാണ് ഈ സിനിമ പണി തരാൻ പോകുന്നത് മെയിനായിട്ട് എന്നെനിക്ക് പറയാനുള്ളത്. ഇല്ലോജിക്കൽ കാര്യമുണ്ട്, അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുത്തന്നെ ചുറ്റിയിൽ വെച്ച് അടിച്ചിട്ട് പോലും പടമോ ഇല്ലെങ്കിൽ ആദ്യം 2 ലോകേഷിന് കനകരാജ്. പിന്നെ ഈ സിനിമയെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് കണ്ടുപോകരുത്. എല്ലാ ലോകേഷ് പടങ്ങളെക്കാട്ടിയും സർട്ടിഫിക്കറ്റിന് കൊടുക്കാൻ അർഹതയില്ലാത്തൊരു സിനിമയായിരുന്നു. സർട്ടിഫിക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ സിനിമയ്ക്ക്. എനിക്ക് കണ്ടപ്പം വയലൻസ് ഒന്നും അത്രയൊന്നും ഇല്ല, അതും പ്രതീക്ഷിച്ച് പോകരുത് എന്നൊരു വാണിംഗ് തന്നിട്ടാണ് നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് കാണാൻ ശ്രമിക്കുക.
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് കൂലിയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ കണ്ട എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താവാമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത്ര എനിക്ക് പറയാനുള്ളൂ. വീഡിയോ കണ്ടതിന് താങ്ക്സ്.